നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൾജീരിയക്കെതിരെയുള്ള മെസ്സിയുടെ ഹാട്രിക്കിൽ പൂത്ത ഗംഭീര വിജയത്തിന് പിന്നാലെ രണ്ടാം മത്സരത്തിന് ഒരുങ്ങുകയാണ് അർജന്റീന. അടുത്ത മത്സരം ഓസ്ട്രിയക്കെതിരെ തിങ്കളാഴ്ച നടക്കുകയാണ്. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അർജന്റീന ടീമിൽ നിന്ന് ഒരു താരം പുറത്തായിരിക്കുന്നു. മത്സരം കളിക്കാനുണ്ടാവില്ല എന്ന് കൺഫേംഡ് ആവുന്നു. ഇക്കാര്യം അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റിൻ എഡൂല് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, ഗോൺസാലോ മുണ്ടീൽ റൂൾഡ് ഔട്ട് ഫോർ ദി മാച്ച് അഗെയിൻസ്റ്റ് ഓസ്ട്രിയ എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഓവർലോഡ് ഉണ്ട്. ഒരു പക്ഷേ ജോർഡനെതിരെ കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം കളിച്ചേക്കും. എന്തായാലും അടുത്ത മത്സരം അദ്ദേഹം കളിക്കുന്നില്ല, അക്കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാണിപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ വിശദമായിട്ട് എങ്ങനെയായിരിക്കും അർജന്റീന അടുത്ത മത്സരം കളിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് കൂടി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ചൊരു സൂചന നൽകിയിരുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ പരിക്കിൽ നിന്ന് മുക്തനായി വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത മത്സരം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ കുറച്ച് സമയം അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും ഇറങ്ങിയേക്കും. ലിയാൻഡ്രോ പെരേഡസിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അർജന്റീനയുടെ ഒരു 11 ഇങ്ങനെയായിരിക്കും. ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ട്. തിയാഗോ അൽമേഡ പുറത്തിരിക്കാൻ സാധ്യത, പകരം നിക്കോളാസ് ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്തേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഹുലിയൻ ആൽവാരസ് ലൗട്രോക്ക് പകരം ഹുലിയൻ ആൽവാരസ് കളിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അർജന്റീനയുടെ ഒരു 11 വളരെ വ്യക്തമാണ്. ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് ഉണ്ടാകും. ഡിഫൻസിൽ ക്യൂട്ടി റൊമേറയും ലിച്ചാൻഡ്രോ മാർട്ടിനസും ഫെക്കുണ്ടോ മെഡീനയും എന്തായാലും കളിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഗോൺസാലോ മൊണ്ടയിൽ പുറത്തായതുകൊണ്ട് നാഹുൽ മൊളീന ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ. മധ്യനിരയിലാണെങ്കിൽ റോദ്രിഗോ ഡിബോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും ഉണ്ടാകും. കൂടെ നിക്കോളാസ് ഗോൺസാലസിനെ കൂടി പ്രതീക്ഷിക്കണം. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ലയണൽ മെസ്സിക്കൊപ്പം ഹുലിയൻ ആൽവാരസ് കളിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെയാണ് അർജന്റീന ഇറങ്ങാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നിക്കോളാസ് ഗോൺസാലസ് ഓസ്ട്രിയൻ ടീമിനെതിരെ കൂടുതൽ ഫലപ്രദമാകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ അർജന്റീൻ കോച്ചിങ് സ്റ്റാഫ് ഉള്ളത്. ലിയാൻഡ്രോ പെരേഡസും നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും കുറച്ച് മിനിറ്റുകളെങ്കിലും ഈ മത്സരത്തിൽ കളിച്ചേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.